അതിനുശേഷം അവിടെ ഓടിയെത്തുന്ന അവനാണ് ഇവളെ രക്ഷിക്കാൻ വേണ്ടി വന്നേന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് വിളിച്ചു പോകുമ്പം ഇവള് വന്നേക്കുന്ന ഷൗമയാണെന്ന് പറഞ്ഞ് അവനെ തന്നെ നോക്കും. അതിനുശേഷം ഇവിടെ ഗംഗങ്ങും അവളെ ഗുഹയിലൊന്നും കണ്ടെത്താത്തോണ്ട് അവൾക്ക് എന്തെങ്കിലും പറ്റിയെന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുമ്പം യൂഹയാണ് അവളൊന്ന് കൊച്ചു വെച്ചല്ലെന്ന് പറഞ്ഞ് അവളോട് പേടിക്കണമെന്ന് പറയും. അപ്പോഴാണ് ഷൗമ അവനെ ഫോൺ വിളിച്ച് അവളെ കണ്ടെത്തിന്ന് പറയുന്നത്. അങ്ങനെ അവരുള്ള സ്ഥലം പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഫോൺ കട്ടാകുമ്പം ഇവളാൻ ടെൻഷനായിട്ട് അവളെ കണ്ടെത്തിയെന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും അവളുള്ള സ്ഥലം മനസ്സിലായി. പക്ഷെ അവർക്കെന്തോ പ്രശ്നം പറഞ്ഞ് ഇവരുടെ അവിടെ പോകാൻ തീരുമാനിക്കും. അപ്പോഴാണ് ഹങ്ഷു പെട്ടെന്ന് ഗംഗങ്ങനെ വിളിച്ചിട്ട് അവളുള്ള സ്ഥലം കണ്ടുപിടിച്ചെന്ന് പറഞ്ഞ് ചിലപ്പോൾ അവൾ ഐലൻഡിൽ കാണുമെന്ന് പറയുമ്പം ഇവളാണ് അവളെ ഷൗമ കണ്ടെത്തിയെന്ന് അറിഞ്ഞിട്ട് ഇവന് അവളോട് ഇഷ്ടമില്ലെങ്കിലും അവൾ ഇന്ന് കണ്ടെത്താൻ സഹായിച്ചതിന് താങ്ക്സ് പറയും. അപ്പോഴാണ് അവനും കരഞ്ഞോണ്ട് അവളുടെ ഫീലിങ്സ് മനസ്സിലാക്കാത്തതിന് അവനിപ്പോ മാപ്പ് ചോദിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അവളെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഓർത്തു നോക്കിയിട്ട് അവനെ സങ്കടത്തി സോറി സങ്ടാങ് നിറഞ്ഞ് അവൻ കരഞ്ഞോണ്ട് അവിടെ നിന്ന് പോകും. അതിനുശേഷം അവിടേക്ക് ഓടിയെത്തുന്ന യൂഹയും ഗംഗം കൂടെ ഇവർക്ക് അകത്തേക്ക് കയറാൻ പറ്റാത്തോണ്ട് ആദ്യം സാറിനെ വിളിച്ച് പറയാൻ പറഞ്ഞ് ഇവർ തീരുമാനിക്കും. ഇതേ സമയം ഷൗമയും ചുമ്മാ എടുത്തു ചാടല്ലേ മോളെ എന്നറിഞ്ഞ് അവൻ അവിടെ നിന്ന് വിളിച്ചു പോകുമ്പം ഇവളാണ് ഷൗമയെ കണ്ട് സന്തോഷത്തി അവൾക്കിപ്പോ എല്ലാം ക്ലിയർ ആയെന്ന് പറഞ്ഞ് അവൾ ഒരു തെറ്റും ചെയ്യത്തില്ലെന്നറിയും. ഇത് കേട്ട് അവനും എന്നാലും പേടിക്കേണ്ട ആവശ്യമില്ല, ഞാൻ ഇവിടെ തന്നെ നിപ്പുണ്ട്, വെള്ളം കൂടി വന്നാലും ഞാൻ നിന്നെ ഒന്ന് രക്ഷിക്കും എന്നിന് അവൻ പറയുന്നിട്ട് അവളവിടെ മൊത്തം സന്തോഷത്തിലാകും. അതിനുശേഷം അവന് ബുക്ക് പേനയൊക്കെ എടുത്ത് വെള്ളത്തിന്റെ ഹൈറ്റ് എത്ര എന്നറിയാൻ വേണ്ടി അവൻ കുറെ കാൽക്കുലേറ്റ് ഒക്കെ ചെയ്തോണ്ടിരിക്കും. ഇതേ സമയം അവളാണ് പേടിച്ചിട്ട് വെള്ളം ഇങ്ങോട്ടേക്കൊക്കെ വരുമെന്നറിഞ്ഞ് അവനോട് പറഞ്ഞോണ്ടിരിക്കുമ്പം അവനാണ് ഇനി പേടിക്കേണ്ട ആവശ്യമില്ല, പ്രോബ്ലം സോൾവ്ഡ് എന്നറിഞ്ഞ് അവന് വേണ്ടി കുറച്ച് സമയം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകും. ഇതേ സമയം സാറ് ടീച്ചറും കൂടെ ധൃതിയിലെ ഐലൻഡിലേക്ക് വന്നോണ്ടിരിക്കുമ്പം ഒരു വണ്ടിയാണ് അറിയാൻ സാറിന് ഇടിച്ചിടും. അങ്ങനെ അതുകൊണ്ട് സാറിന്റെ കാല് മുറിഞ്ഞാലും സംഘടന ചെന്ന് രക്ഷിക്കണം ചെന്ന് സാറ് പോകാൻ വേണ്ടി തയ്യാറായിട്ടിരിക്കുമ്പം കൂടെ ഇരുന്ന് ടീച്ചറാണ് അവൾ എന്തായാലും കണ്ടെത്തി സേഫ് ആയിരിക്കില്ലെന്ന് അറിഞ്ഞ് ആദ്യം ഇങ്ങനെ ആശുപത്രിയിലേക്ക് വരാൻ പറയും. പക്ഷെ സാറാണ് അങ്ങനെ വെറുതെ നിൽക്കാൻ പറ്റത്തില്ല, ഇപ്പൊ തന്നെ അവളെ ചെന്ന് കാണണമെന്ന് പറയുമ്പം മറ്റേ ടീച്ചറും ഈ വയ്യാത്ത കാലം കൊണ്ട് എങ്ങനെ നടക്കാനെന്ന് പറഞ്ഞ് സാറിനോട് കുറെ കെയറിങ് കാണിക്കുമ്പം സാറാണ് മൊത്തം ടച്ചായി പോകും. അതിനുശേഷം ടീച്ചർ ബാൻഡേജ് ഒക്കെ ഇട്ടിട്ട് വേറെ എവിടെയൊക്കെ വേദന എടുക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സാറാണ് എന്റെ ഹാർട്ട് വേദന എടുക്കുമെന്ന് പറഞ്ഞ് റൊമാൻറ്റിക് ആയിട്ട് ഡയലോഗ് ഒക്കെ പറയും. അതോടെ അവരാണ് ഈ സമയത്ത് തമാശയാണെന്ന് പറഞ്ഞ് മര്യാദയ്ക്ക് റെസ്റ്റ് എടുത്തിട്ട് പിന്നീട് ചെന്ന് അവരെ കണ്ടാൽ മതി എന്നറിയും. ഇതേ സമയം ഷൗമയാണ് അവളെ രക്ഷിക്കാൻ വേണ്ടി ഒരു ബോട്ടുമായിട്ട് വരും. അങ്ങനെ അതോടെ അവൾ സന്തോഷത്തി ഇവനോട് മൊത്തത്തിൽ ഇഷ്ടത്തിലായി. അവൻ്റെ കൂടെ അവിടെ നിന്ന് പോകുമ്പോഴാണ് ഇവളാണ് ഒരു സെക്കൻഡ് കരയണമെന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് മാറി നിന്ന് വിഷമിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഷൗമയും അവന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയതുകൊണ്ട് അവിടെ നിന്ന് ഒരാളുടെ ഫോൺ വാങ്ങിച്ച് യൂഹയെ വിളിച്ച് ഇവര് പോക്കാന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് തന്നെ യൂഹയും എങ്കിൽ പിന്നെ ഒരു പുറത്ത് വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞ് അവർ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരാൻ പറയും. അതിനുശേഷം ഗംഗങ്ങിനോട് ഈ കാര്യം പറയുമ്പം അവൾക്ക് സമാധാനമാകും. എന്നിട്ട് ഷൗമയും സൺഡാനും കൂടെ ഈ ഐലൻഡ് ഓപ്പൺ ചെയ്യുന്നവരെ അവരവിടുത്തെ സൺറൈസ് കണ്ടോണ്ടിരിക്കുമ്പം അവൻ ഇവൾ എന്തെങ്കിലുമൊക്കെ വിഷയം പറയും. അപ്പോഴാണ് അവളും ഇവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി അടുത്ത് ഇപ്പൊ കിട്ടിയതുകൊണ്ട് അവൾക്ക് ഇനി ഒരു ഇഷ്ടം ചോദിക്കില്ലെന്ന് പറയുമ്പം അടുത്തിരുന്ന് അവനാണ് അതേപോലെ അവന്റെ ആഗ്രഹം ഇപ്പൊ സഹായിച്ചെന്നറിഞ്ഞ് ഇവരിപ്പോ ഒരു കപ്പിൾസ് ആയിട്ട് മാറും. അങ്ങനെ ഇവർക്ക് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഗംഗങ്ങാണ് മൊത്തത്തിൽ ഉറങ്ങി അവന്റെ ഷർട്ട് ഫുള്ളും തുപ്പലാക്കും. അതോടെ അവനാണ് ഇത് കണ്ട് ചിരിക്കുമ്പം അവളും മൊത്തം നാണം കെട്ടിട്ട് ഇവനോട് സോറി പറയും. അതിനുശേഷം ഷൗമയും സങ്ഡാനും കൂടെ അവിടെ വന്നുടനെ ഇവരോട് അടുത്ത് വെച്ചിരുന്ന് അവരെ കുറിച്ച് തിരക്കും. അതിന് സങ്ഡാനും ഇനി ഇങ്ങനെ ചെയ്യത്തില്ലെന്ന് പറഞ്ഞ് ഗംഗങ്ങിനോട് സോറി അറിഞ്ഞിട്ട് ഇവരിങ്ങനെ നടക്കുമ്പോഴാണ് അവിടേക്ക് സാറും ടീച്ചറും കൂടെ എത്തുന്നത്. അതിനുശേഷം ഇവരെല്ലാം സാറിന്റെ കാലിന് എന്തോറ്റും ചോദിക്കുമ്പം സാറാണ് ദേഷ്യത്തി ഇവർ കാരണം എപ്പോഴും പ്രശ്നമാണല്ലോ എന്ന് പറഞ്ഞ് അവരെയൊക്കെ വഴക്കുറയും. അപ്പോഴാണ് സങ്ഡാനും പെട്ടെന്ന് സാറിനോട് സോറി ചോദിച്ചുടനെ ഇനി ഇങ്ങനെ ഒന്നും ചെയ്യലെന്ന് പറഞ്ഞ് സാർ അവർ അഡ്വൈസ് ചെയ്യും. അപ്പോഴാണ് ഇത് കാണുന്ന യൂഹയാണ് സാറും ടീച്ചർ തമ്മിൽ എന്തോ ഒരു റൊമാൻസ് ഒക്കെ പോകുന്നുണ്ടെന്ന് പറഞ്ഞ് അവൻ കറക്റ്റ് ആയിട്ട് കണ്ടെത്തും. എന്നിട്ട് ഇവിടെ ഹങ്ഷു ബെയിലിനായിട്ട് ഒരുമിച്ച് സ്കൂളിലേക്ക് പോകുമ്പോഴാണ് അവളുടെ അച്ഛനമ്മയും കൂടെ ഇന്നലെ ഡിവോഴ്സ് ചെയ്യുന്ന പേടിച്ചിട്ട് ഇവളെ വിഷമിച്ച് അവനെ ഹഗ് ഒക്കെ ചെയ്ത്. അങ്ങനെ അതുകൊണ്ട് അവനോട് ഇപ്പൊ സോറിയെ പറഞ്ഞിട്ട് സങ്ഡാൻ ഇപ്പൊ എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കുമ്പം അവനും അവളിപ്പോ ഓക്കെ എന്ന് പറഞ്ഞോണ്ട് അവൻ പോകുന്ന വഴിക്ക് ഇവൾക്ക് വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിക്കാൻ തീരുമാനിക്കും. കാരണം എന്ന് അവള് ഇവനെ കൊണ്ടുവരാറുണ്ട്. അവന്റെ ക്ലാസ്സിൽ ചെന്ന് അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പം ഇവനെ ക്ലാസ് ലീഡറിനോട് അവൾ വന്നില്ലെന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും അവൾ എപ്പോഴും ആർട്സിലേക്ക് മാറി എന്നറിഞ്ഞ് ഇനി അവൾ ഇങ്ങോട്ടേക്ക് വരത്തില്ലെന്ന് പറയും. കാരണം ഇവന് വേണ്ടിയാണ് അവൾ സയൻസ് പഠിക്കാൻ തന്നെ തീരുമാനിച്ചത്. അതിനുശേഷം ഗംഗങ്ങിനോട് അവളും ഇനി അവളുടെ അച്ഛനമ്മ പറയുന്ന പോലെ തന്നെ അവൾക്കും ചേരുന്ന ആർട്സ് തന്നെ പഠിക്കാൻ പോകുമെന്ന് പറഞ്ഞ് ഇത് കാരണം ഇവരുടെ ഫ്രണ്ട്ഷിപ്പിന് ഒരു അകൽച്ചയും വരത്തില്ലെന്ന് പറഞ്ഞ് അവളുടെ ക്ലാസ്സിലേക്ക് പോകും. അതിനുശേഷം ഗംഗൻ തിരിച്ച് ക്ലാസ്സിലേക്ക് വരുമ്പം യൂഹയാണ് ആന്റി സംസാരിച്ചു കഴിഞ്ഞെങ്കിൽ കുത്തിയിരുന്ന് പഠിക്കാൻ വേണ്ടി പറയും. അങ്ങനെ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ് ഗംഗങ്ങാണ് ആ ഫിലിം അക്കാഡമിക്കുള്ള എൻട്രൻസ് എക്സാം എഴുതാൻ വേണ്ടി ബെയ്ജിങ്ങിലേക്ക് ചെല്ലും. അപ്പോഴാണ് ബീറ്റി അവിടെ ഉള്ളതുകൊണ്ട് ഇവളെ കാണാൻ വേണ്ടി അവൾ ഓടിയെത്തിയിട്ട് ഇവരുടെയും കൂടെ ഒരുമിച്ചിന്ന് പുറത്ത് ഫുഡ് കഴിക്കും. അപ്പോഴാണ് ബീറ്റിയും ഇവളുടെ കയ്യിൽ ഡാറ്റു ഒക്കെ ഇരിക്കുന്നുണ്ട്, ഇപ്പൊ ആള് മതി വഷളായെന്ന് ചോദിക്കുമ്പം ഗംഗങ്ങാണ് ഇത് ഡാറ്റു ഒന്നല്ല, ഇത് യൂഹയെ വരച്ചെന്നേന്ന് പറയും. അങ്ങനെ പരസ്പരം രണ്ടുപേരും മോട്ടിവേഷന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും വരച്ചു വെച്ചേക്കുക. അങ്ങനെ ഇതറിയുന്ന ബീറ്റയും സംഭവം കുറെ അങ്ങ് പോകുന്നുണ്ടെന്ന് പറഞ്ഞ് ഇവരുണ്ടേരും കൂടെ ഇങ്ങനെ ചിരിച്ച് സംസാരിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ഗംഗങ്ങും സാറിന് മറ്റേ ടീച്ചർ ഷെന്നിനെ സെറ്റായിന്ന് പറയുമ്പം ഇവളാണ് അതിനിപ്പോ എന്തുവാ ഞാൻ എന്തുവാ പാസ്റ്റ് ഒക്കെ പിടിച്ചിരുന്ന് പൊട്ടി കരഞ്ഞോണ്ടിരിക്കണോ,
ഞാനതെപ്പോഴേ മറന്നുപോയി. എന്തായാലും അവർ തമ്മിൽ പെർഫെക്റ്റ് മാച്ചാ എന്ന് ഇവള് കൂളായിട്ട് എടുക്കും. ഇതേ സമയം ഇവിടെ യൂഹയും അവന്റെ ഫിസിക്സ് കോമ്പറ്റീഷന് വേണ്ടി ഷൗമയായിട്ട് വരുമ്പം അവന്റെ അമ്മയാണ് കൂടെ തന്നെ കാണും. പക്ഷെ അവിടുത്തെ സ്റ്റാഫാണ് പാരന്റ്സ് ഇവിടെ അലോഡ് അല്ലെന്ന് പറഞ്ഞ് ഇവർ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കോളം പറയും. അങ്ങനെ കുറച്ച് ദിവസം ഇവിടെ സ്റ്റേ ചെയ്ത് അവന്മാരും പരീക്ഷ ചെയ്യുന്നുണ്ട്. റൂമിൽ വെച്ച് ഒരു പയ്യനാണ് യൂഹയുടെ കൈയിരിക്കുന്ന ടാറ്റു ആണെന്ന് പറഞ്ഞ് ഇങ്ങനെ തൊടാൻ വേണ്ടി വരും. അതോടെ അവനാണ് ദേഷ്യത്തി അത് മാഞ്ഞോ എന്ന് പറഞ്ഞ് പേടിച്ചു പോകും. അതിനെ ഷൗമയായിരിക്കും മറ്റവനെ സമാനപ്പെടുത്തുന്നത്. അതിനെ അന്ന് രാത്രി ഇവനെ ഗംഗനെ വിളിച്ച് സംസാരിക്കുമ്പോഴാണ് ഒരുത്തനറിയാതെ ഇവളൊരിച്ചെന്ന ആ ലക്കി സൈൻ മായിച്ചളയാൻ പോയെന്ന് പറയും. അപ്പോഴാണ് അവളും എങ്കിൽ പിന്നെ മൊത്തത്തിൽ പോയെന്ന് പറഞ്ഞ് ചോദിക്കുമ്പം അവനാണ് അങ്ങനെ പോകാൻ സമ്മതിക്കുമെന്ന് അവന്റെ ജീവൻ കൊടുത്ത് അത് രക്ഷിക്കുമെന്ന് അറിയും. എന്നിട്ട് ഇവിടെ ഇരിക്കുന്ന ഫുള്ളും പഠിത്തം മാത്രം വെച്ച് ജീവിക്കുന്ന ആൾക്കാരെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം അവളാണ് എങ്കിൽ പിന്നെ ഇവനും കുറെ പ്രഷറെ കാണുമല്ലോ എന്ന് പറഞ്ഞ് ഇവ നാളെ ഫോൺ വിളിക്കുമെന്ന് ചോദിക്കുമ്പം അവന് തീർച്ചയായിട്ടും വിളിക്കുമെന്ന് പറഞ്ഞ് അവൻ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യും. അപ്പോഴാണ് മറ്റേ പയ്യനും ആ ടാറ്റു വരച്ച് തന്നേക്കുന്ന ഇവന്റെ ഗേൾ ഫ്രണ്ട് ആണെന്ന് ചോദിക്കുമ്പം യൂഹയാണ് അതിനിപ്പം തസീപ്പെട്ടെന്ന് പറഞ്ഞ് ഇവനും കുറച്ച് പൊങ്ങച്ചയെ കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് മറ്റേനും പറയുന്നത് ഇവിടെ മൊബൈൽ ഫോണൊന്നും അലോഡല്ലെന്ന്. അങ്ങനെ അതുകൊണ്ട് അടുത്ത ദിവസം ഫോൺ വയ്ക്കുന്നതിന് മുമ്പേ തന്നെ ഷൗമയും അവന്റെ ഗേൾ ഫ്രണ്ട് സംഗ്ഡാനെ വിളിച്ചിട്ട് കുറച്ച് ദിവസം എനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് അവൻ ഇവളെ കുറെ മിസ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് കിസ്സ കൊടുത്തോണ്ടിരിക്കും. അപ്പോഴാണ് അവിടേക്കൊന്ന് യൂഹയും ഇവൻ സതീതി മൊബൈൽ ഫോൺ കൊടുക്കാൻ പോകണം ചോദിക്കുമ്പം ഷൗമയാണ് കുറച്ച് ദിവസം ഇങ്ങനെ മിണ്ടായിരുന്നാല് നമ്മുടെ പ്രണയമൊക്കെ വർദ്ധിക്കത്തുള്ളെന്ന് പറഞ്ഞ് അവനും പറഞ്ഞിട്ട് അങ്ങ് പോകും. പക്ഷെ ഇവിടെ യൂഹയ്ക്കാണ് അവന്റെ സെൽഫോൺ കൊടുക്കാൻ മനസ്സരുത്തില്ല. അതുകൊണ്ട് സാർ എല്ലാവരും വാങ്ങിച്ചു വയ്ക്കുമ്പം ഇവ മാത്രം കൊടുക്കത്തില്ല. എന്നിട്ട് ഇവിടെ ഗംഗങ്ങളുടെ പാരന്റ്സുമായിട്ട് ആ കോളേജ് ഫുള്ളും ചുറ്റും നോക്കിയിട്ട് ഇവരിങ്ങനെ പുറത്തേക്ക് വരുമ്പോഴാണ് അതേസമയം ഇവൾക്ക് വേണ്ടി ലൂഷ്യൻഹെ അവിടെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ അതിനേശം അവളാണ് അവന്റെ കൂടെ അവന്റെ സ്കൂളിലേക്ക് ചെല്ലുമ്പം ഇവന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന വേറെ പിള്ളേരൊക്കെ ഇതെല്ലാം മറ്റേ പെങ്കൊച്ചെന്ന് പറഞ്ഞ് അവരൊക്കെ സംസാരിച്ചിട്ട് പോകും. അപ്പോഴാണ് ഗംഗങ്ങനെ ഇത് കണ്ടൊന്നും മനസ്സിലാവാതെ ഇവരൊക്കെ എന്തോ എന്നെ സൂക്ഷിച്ചൊക്കെ നോക്കിയിട്ട് പോകുന്നതെന്ന് പറഞ്ഞ് അവനോട് ചോദിക്കുമ്പം അവനത് ഇപ്പം മനസ്സിലാവെന്ന് പറഞ്ഞ് ഇവളെ വിളിച്ചോണ്ട് എക്സിബിഷനിലേക്ക് ചെല്ലും. അപ്പോഴാണ് അവിടെ ഒരു പെയിന്റിങ്ങിനകത്ത് ഇവളുടെ പടം ഉള്ളതെന്ന് മനസ്സിലാവുന്നത്. കാരണം ഇവൻ വരച്ച പടം അവിടെ കുറച്ച് ഫേമസ് ആയി. എന്നിട്ട് ഗംഗങ് അവിടുത്തെ എൻട്രൻസ് എക്സാം ഒക്കെ എഴുതിയിട്ട് അന്ന് രാത്രി യൂഹയെ ഫോൺ വിളിച്ച് ഫിലിം അക്കാഡമിനെ കുറിച്ചുള്ള ചോദ്യമൊക്കെ ചോദിക്കാതെ മെഡിക്കൽ ഫീൽഡായിട്ടൊക്കെ കുറെ ചോദിച്ചെന്നറിഞ്ഞ് അവനോട് സംസാരിച്ചുകൊണ്ടിരിക്കും. അതേസമയം അവനും ആ സാറുമാരൊന്നും അറിയാതെയാണ് ഇവളോട് ഇപ്പൊ സംസാരിക്കുന്നത്. എന്നിട്ട് അടുത്ത ദിവസം തന്നെ ഗംഗയുടെ റിസൾട്ട് വരുമ്പോഴാണ് ഇവളുടെ അച്ഛനമ്മയും കൂടെ ഇവള് പാസ്സായെന്ന് പറയും. അതോടെ അവൾ സന്തോഷത്തി യൂഹയെ ഫോൺ വിളിക്കുമ്പം അവനാണ് സാറിന്റെ അടുത്തിരുന്ന് എടുത്തോണ്ടിരുന്ന. അപ്പോഴാണ് ഇവന്റെ ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ട് അവൻ പേടിച്ച് പുറത്തേക്ക് ചെല്ലും. അതിനേശം അവിടേക്ക് വരുന്ന ചെന്നാണ് ഗംഗങ്ങിനെ കണ്ടിട്ട് അവളോട് സംസാരിക്കാൻ വേണ്ടി അവിടെ നിന്ന് വിളിച്ചോണ്ട് പോകുമ്പം ഇവളുടെ ഫോണാണ് റിങ് ചെയ്യുന്നുണ്ട്. ആ ചെന്ന അത് എടുത്ത് സംസാരിക്കാൻ പറയും. അപ്പോഴാണ് യൂഹയും ഇവളെന്താ വിളിച്ചിട്ട് എടുക്കാത്തെന്ന് പറഞ്ഞ് ചോദിക്കുമ്പം അവൾ ആദ്യം ഇവള് വിളിച്ചപ്പോ ഇവൻ എന്താ എടുക്കാത്തെന്ന് പറഞ്ഞ് അവനോട് ചോദിക്കും. അപ്പോഴാണ് അവനും എങ്കിൽ പിന്നെ അത് ഓട്ടേന്ന് പറഞ്ഞ് ഇവളുടെ പരീക്ഷയുടെ റിസൾട്ട് എങ്ങനെയാന്ന് ചോദിക്കുമ്പം അവള് പാസ്സായിന്ന് അറിഞ്ഞ് അവന് സന്തോഷത്തിലാകും. അപ്പോഴാണ് അവിടേക്ക് ഒരു സാറാണ് മര്യാദയ്ക്ക് ഫോണിങ് താന്നറിഞ്ഞ് ഇവന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു വയ്ക്കും. അങ്ങനെ അതിനേശം യൂഹയും അവളോട് സംസാരിക്കാൻ പറ്റാത്തത് അവന്റെ മൈൻഡ് മൊത്തത്തിൽ പോയി അവനെ കൊണ്ട് പഠിക്കാൻ പോലും പറ്റത്തില്ല. അങ്ങനെ അതുകൊണ്ട് പുറത്തേക്ക് വന്നിട്ട് അവനും അവിടുത്തെ ടെലിഫോൺ കൊണ്ട് വിളിക്കാൻ വേണ്ടി പോകുമ്പം ആ കടയിരിക്കുന്ന ആളാണ് ആ സംഭവം വർക്ക് ചെയ്യത്തില്ലെന്ന് പറയും. പക്ഷെ എന്നാലും വീണ്ടും അതേ വിളിച്ച് ട്രൈ ചെയ്തോണ്ടിരിക്കും. എന്നിട്ട് അടുത്ത ദിവസം ലൂഷ്യൻഹെ അവൾക്ക് ഫിലിം അക്കാഡമിയൊക്കെ ചുറ്റി കാണിക്കാൻ വേണ്ടി അവളെ വിളിച്ചോണ്ട് പോകുമ്പം ഇവളാണ് അകത്തൊക്കെ ഇങ്ങനെ പെർമിഷൻ ഇല്ലാതെ കയറാൻ പറ്റുമെന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും ചുമ്മാ അവർ കൂട്ടത്തിലുള്ളവരെ കാണിച്ചതെന്ന് പറഞ്ഞ് അവന് പെർമിഷൻ ചോദിക്കാതെ ഇപ്പൊ അകത്ത് കയറിയിരിക്കുന്നത്. എന്നിട്ട് അവനും ഇന്ന് രാത്രി ഇവന്റെ കൂടെ ഡിന്നറിന് വരുന്നതെന്ന് ചോദിക്കുമ്പം അവളാണ് വീട്ടിൽ ചെന്നിട്ട് കഴിക്കാൻ പോകുന്ന പറഞ്ഞ് പിന്നീടലാകാന്ന് പറയും. പക്ഷെ അവനാണ് കുറച്ച് ദിവസം അവൻ ഇവിടെ കാണത്തില്ലെന്ന് പറഞ്ഞ് ഇന്ന് തന്നെ വരാൻ പറ്റുമെന്ന് ചോദിക്കുമ്പം അവളെങ്കിൽ പിന്നെ അവളുടെ അമ്മയെ ഫോൺ വിളിച്ച് ചോദിക്കട്ടെ എന്ന് പറയുമ്പം ഇവനാണ് ഭയങ്കര ഹാപ്പി ആകും. അപ്പോഴാണ് അവളും ഇവന്റെ ചെലവ എന്നിട്ട് ഇവൻ എന്നെ സന്തോഷിക്കുന്ന ചോദിക്കുമ്പം അവന് ഡിന്നറിന് സമ്മതിച്ച് തന്നെ വലിയ സന്തോഷം എന്ന് പറഞ്ഞ് ഇവളെ ചോദിക്കാൻ വേണ്ടി പറയും. ഇതേസമയം യൂഹെ മറ്റേ സാർ അറിയാതെ അവന്റെ ഫോൺ തിരിച്ചെടുക്കാൻ വേണ്ടി വന്നേക്കുക. അങ്ങനെ അവസാനം അവന് സാർ അറിയാതെ അവന്റെ ഫോൺ എടുക്കുമ്പോഴാണ് പെട്ടെന്ന് അവിടേക്ക് സാർ എന്ന ശബ്ദം കേട്ട് അവൻ അവിടുത്തെ കർട്ടന്റെ ബാക്കിൽ ചെന്ന് ഒളിഞ്ഞിരിക്കും. പക്ഷെ അവിടേക്ക് വരുന്ന സാറാണ് ഇത് കണ്ടിട്ട് അവനെ പുറത്തേക്ക് വരാൻ പറയുമ്പം ഇവനാണ് കുറച്ച് നോട്ട്സ് എടുക്കാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറയും. അപ്പോഴാണ് സാറും ആ ഫോൺ എടുത്ത് ഇങ്ങേറെ തിരിച്ച് തരാൻ പറയുമ്പം അവനും ഒരേ ഒരു ഫോൺ കോൾ മാത്രം ചെയ്തിട്ട് അവൻ തിരിച്ച് തന്നേക്കാന്ന് പറയും. അതുകൊണ്ട് അവന് ഗംഗങ്ങനെ ഇപ്പൊ ഫോൺ വിളിച്ചു നോക്കുമ്പം അവളുടെ ഫോൺ റീച്ച് ആവത്തില്ല. അപ്പോഴാണ് ഇത് കാണുന്ന സാറും ഇങ്ങനെ മൈൻഡ് വേറെ സ്ഥലത്ത് ഫോക്കസ് ചെയ്തിരുന്ന പിന്നെ പരീക്ഷയ്ക്കൊന്നും പാസ്സാകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഇവന് ജയിക്കാൻ താല്പര്യമുണ്ട് ഫോം വെച്ചിട്ട് ഇവിടെ നിന്ന് പോയിക്കോളാൻ പറയും. അങ്ങനെ അതുകൊണ്ട് അവനും ഇവള് വിളിച്ചിട്ട് എടുക്കാത്തോണ്ട് അവൻ ആ ഫോം വെച്ചിട്ട് അവിടെ നിന്ന് പോകും. ഇതേസമയം അവൾ അവളുടെ അമ്മയോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ അവളും ഇന്ന് രാത്രി പുറത്ത് ഫുഡ് കഴിച്ചിട്ടാൻ ചോദിക്കുമ്പം ഇവളുടെ അമ്മ നാളെ തിരിച്ച് ജോലിക്ക് വന്നിട്ട് ഇന്ന് രാത്രി ഇവരോടൊന്ന് കഴിക്കാൻ വേണ്ടി പറയും. അങ്ങനെ അതുകൊണ്ട് അവൾ സങ്കടത്തി ഇപ്പൊ ഇവനോട് പറയാൻ വേണ്ടി വരുമ്പം ലൂഷ്യൻഹെ ആണ് ഇവന്റെ അമ്മയുടെ ശബ്ദം എല്ലാം അവന് കേട്ടെന്നറിഞ്ഞ് എന്തായാലും വീട്ടുകാരോട് ചെന്ന് ഇവളെ കഴിക്കാൻ വേണ്ടി പറയും. ഹൈനേഷിയുടെ സംഗ്ഡാങ് ആണ് അവളുടെ ബോയ് ഫ്രണ്ട് ഷൗമയ്ക്ക് വേണ്ടി ക്ലാസ് കട്ട് ചെയ്തിട്ട് അതിന് കഴിക്കാൻ വേണ്ടി ഫുഡായിട്ടൊക്കെ വരും. അതുകൊണ്ട് അവന് സന്തോഷിത്തി എന്റെ ഗേൾ ഫ്രണ്ടിനെ പോലെ ഇവിടെ ആരില്ലെന്ന് പറഞ്ഞ് അവളുടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ഇവൾ ഈ ഫുഡൊക്കെ യൂഹയായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പറയും. അപ്പോഴാണ് ഇതേക്കുന്ന ഷൗമയും ഇവൾ ഈ കാണിക്കുന്ന സ്നേഹമൊക്കെ അവൻ ജീവിതകാലം ഫുള്ളും ഓർമ്മ വച്ചിരിക്കുന്നു പറഞ്ഞിട്ട് ഇവ രണ്ടും കൂടെ ചിരിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അതിനേശം യൂഹയും അവൻ എങ്ങനെയൊക്കെ ഗംഗങ്ങനോട് സംസാരിക്കണം എന്നറിഞ്ഞ് അവൻ പുറത്തുള്ള ടെലിഫോൺ ശരിയാക്കാൻ വേണ്ടി പോകും.
പക്ഷെ അവനെ കൊണ്ടാണ് അത് ശരിയാക്കാൻ പറ്റത്തില്ല. ഇതേസമയം ലൂഷ്യൻഹെ അവളെ തിരിച്ച് ഹോട്ടലിൽ കൊണ്ടാക്കുമ്പം അവളാണ് ഇന്ന് വരാൻ പറ്റാത്തതിന് അവനോട് സോറി പറയും. അപ്പോഴാണ് അവനും അത് ഇവളുടെ തെറ്റൊന്നല്ലെന്ന് പറഞ്ഞ് അവൻ ഇവളെ മറക്കാൻ വിചാരിച്ചിട്ടും അവനെ കൊണ്ട് പറ്റില്ലെന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് വീണ്ടും നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടുമുട്ടാന്ന് പറഞ്ഞ് അവനും ബായ് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയ ഉടനെ ഇവള് അകത്തേക്ക് കയറി എന്നിട്ട് യൂഹെ ഫോൺ വിളിച്ചു നോക്കും. പക്ഷെ അവന്റെ ഫോണാണ് റീച്ച് ആവത്തില്ല. അങ്ങനെ അതോടെ തന്നെ ഇവൾ അടുത്ത ദിവസം എക്സാം പാസ്സായതിന്റെ രണ്ടാമത്തെ റൗണ്ടായിട്ട് ഇന്റർവ്യൂവിന് പോകും. പക്ഷെ അവൾക്കാണെങ്കിൽ ആകെ മൊത്തം ടെൻഷനാണ്. കാരണം രാവിലെ രാത്രിയും ഇവർ രണ്ടുപേരും സംസാരിക്കാന്ന് പറഞ്ഞിട്ട് ഇവ പരസ്പരം ഫോൺ പോലും പോകുന്നില്ല. അതുകൊണ്ട് തന്നെ യൂഹയും അവൻ എക്സ്പെരിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഷൗമയെ നോക്കിക്കോളം പറഞ്ഞിട്ട് അവൻ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകും. അങ്ങനെ അതിനുശേഷം അവിടേക്ക് സാറും അവന്റെ ടേബിളിൽ നിന്ന് നോക്കുമ്പം എല്ലാവരെക്കാരും ഫാസ്റ്റായിട്ട് അവനെ എക്സ്പെരിമെന്റ് ചെയ്ത് വെച്ചേക്കുന്നുണ്ട്. അവന് ടാലന്റ് ഉണ്ടെന്ന് സാറിന് മനസ്സിലാവും. അതിനുശേഷം ഗംഗങ്ങും കുറച്ചു നേരമായിട്ട് അകത്ത് ഇന്റർവ്യൂവിന് വരുമ്പം അവരൊക്കെയാണ് ഒരു സീൻ ഇവരൊക്കെ ആക്ട് ചെയ്യണമെന്ന് പറഞ്ഞ് ബസ് സ്റ്റേഷനിൽ ഒരാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന പോലെ ഇവർ ആക്ട് ചെയ്യാൻ വേണ്ടി പറയും. അതേസമയം യൂഹ്യ പുറത്തേക്ക് വന്നിട്ട് അവൻ ഇന്നലെ ആ ടെലിഫോണിൽ എന്തൊക്കെ പ്രശ്നമുണ്ടെന്ന് കണ്ടുപിടിച്ച് അതൊക്കെ ഇപ്പൊ ശരിയായിക്കൊണ്ടിരിക്കും. അങ്ങനെ അവസാനം എങ്ങനെയൊക്കെ അവനും കഷ്ടപ്പെട്ട് അവൻ ആ ടെലിഫോൺ ശരിയാക്കുമ്പം അപ്പൊ തന്നെ സന്തോഷിച്ച് അവനും ഗംഗങ്ങിനെ ഫോൺ വിളിക്കും. ഇതേ സമയം അവളും മറ്റവരൊക്കെ അവിടെ നിന്ന് ആക്ടിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവളിവിടെ ബാക്കിൽ ചുമ്മാ ടെൻഷൻ അടിച്ച് കുത്തിയിരിക്കും. അപ്പോഴാണ് അവൻ പെട്ടെന്ന് വിളിച്ചുടനെ ഇവൾ ഇമോഷണലായി ഇവൻ എന്താ വിളിച്ചിട്ടൊന്നും എടുക്കാത്തെന്ന് പറഞ്ഞ് അവന്റെ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്തെന്ന് പറയുമ്പം അവനാണ് ഇവ സംസാരിക്കുന്നതൊക്കെ കേൾക്കാൻ പറ്റുമെന്ന് ചോദിക്കും. അങ്ങനെ അവന് വിളിക്കാൻ നോക്കിയിട്ട് ഇവനെ കൊണ്ട് പറ്റില്ലെന്ന് പറഞ്ഞ് അവന് സോറി പറയുമ്പം ഇവളും കരഞ്ഞോണ്ട് ഇവനെ കുറെ മിസ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് സങ്കടത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കാണുന്ന സാറുമാരും ഇവൾ ആക്ടിങ് ചെയ്യാന്ന് വിചാരിച്ച് എല്ലാവരും അവളെ കുറിച്ച് പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ സംസാരിക്കുന്ന ഇടയ്ക്ക് തന്നെ ആ ടെലിഫോൺ വീണ്ടും അടിച്ചു പോകുമ്പം ഇവർ തമ്മിലുള്ള കണക്ഷനും കട്ടാകും. അതിനുശേഷം സാറുമാരൊക്കെ ഇവളുടെ ആക്ടിങ് പൊളിയായിരുന്നു പറഞ്ഞ് ഇവളുടെ പേര് ഗംഗങ്ങല്ലേന്ന് ചോദിക്കുമ്പം അതേസമയം അവളാണ് ഇവൾ ആക്ടിങ് ചെയ്തതല്ല, ഇവൾ യഥാർത്ഥത്തിൽ ഒരാളോട് സംസാരിച്ചുകൊണ്ടിരുന്നെന്ന് അറിയും. അതുകൊണ്ട് അവൾ എക്സാമിന്റെ ഇടയ്ക്ക് സംസാരിച്ചതിന് സോറി പറയുമ്പം സാറുമാർക്ക് പിന്നീട് ഇവൾക്ക് മാർക്ക് ഇടാൻ തോന്നത്തില്ല. അങ്ങനെ അതിന്റെ അടുത്ത ദിവസം ഗംഗങ്ങളുടെ റിസൾട്ട് നോക്കാൻ വേണ്ടി പോകുമ്പം ഇവളുടെ പേരാണ് അതിനത് കാണത്തില്ല. അങ്ങനെ അതുകൊണ്ട് അവളും യൂഹയെ വിളിച്ച് കാര്യം അറിയിക്കാൻ നോക്കുമ്പം അവൾക്ക് ഫോൺ പോകത്തുണ്ട് ഇവള് തോറ്റ്. പക്ഷെ അവൻ എങ്ങനെയൊക്കെ ജയിക്കണം എന്ന് പറഞ്ഞ് അവൾ പ്രാർത്ഥിക്കും. അങ്ങനെ അതേപോലെ അവനോട് എക്സാം ഒക്കെ എഴുതി കഴിഞ്ഞ് സന്തോഷിച്ചിരിക്കുമ്പം ഫ്രണ്ട് ഇരിക്കുന്ന രണ്ട് പയ്യന്മാരാണ് ആ ലാസ്റ്റ് എസ് പ്രോബ്ലം എന്ന് വിചാരിച്ച് ചെയ്തു വെച്ചിട്ട് പിന്നീട് മനസ്സിലായ അതൊരു ഡെഫിനിഷൻ ആയിരുന്നു പറഞ്ഞ് ക്വസ്റ്റ്യൻ മൊത്തത്തിൽ കൺഫ്യൂസ് ആക്കി അവന്മാർ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കേൾക്കുന്ന യൂഹയാണ് അവൻ തെറ്റ് ചെയ്ത് ഓർത്ത് നോക്കി അവനെ അപ്പോൾ പരീക്ഷയ്ക്ക് തോറ്റോയെന്ന് പറഞ്ഞ് ഇവിടെ സങ്കടത്തിരിക്കും. അങ്ങനെ അതോടെ നമ്മൾ ഇടുന്നത് എപ്പിസോഡ് എടുത്തിരുന്ന് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിലെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് നാളെ കാണാം.